എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ സന്ദീപ് വാചസ്പതി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എന്നോട് ഈ പേജിൻ്റെ അഡ്മിനും അതിൻ്റെ അണിയറ പ്രവർത്തകരും പറഞ്ഞത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സംസാരിക്കണമെന്നുള്ളതാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്, അതേസമയം ഏറെ സങ്കീർണമാണ് ഈ വിഷയം. കാരണം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം കേരളത്തിൽ രൂപമെടുത്ത കാലം മുതൽ ഇവിടുത്തെ ഓരോ സ്വയംസേവകനും ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകനും സ്വപ്നം കാണുന്ന ഒരു സങ്കല്പത്തെ പറ്റിയാണ് സംസാരിക്കാൻ പറയുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ, കേരളത്തിലെ ഓരോ വീടുകളിലും ഓരോ തെരുവുകളിലും നാം ഉറക്കെ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കണം എന്നുള്ളതാണ്. ദൗർഭാഗ്യകരമാണെന്ന് പറയട്ടെ, നമുക്ക് ഇത്രയും നാളും കേരളത്തിൽ ഭരണം കൈയാളാൻ സാധിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ അല്പം ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 1942 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ കോഴിക്കോട് ആസ്ഥാനമായി തുടങ്ങുന്നത്. പരംപൂജനീയ ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം ദത്തോപന്ത് ഠേങ്കിടി എന്ന, നാം എല്ലാവരും ബഹുമാനത്തോടെ ഠേങ്കിടിജി എന്ന് വിളിക്കുന്ന മുതിർന്ന പ്രചാരകനാണ് കേരളത്തിൽ സംഘപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിലേക്ക് ദേശീയതയുടെ ശബ്ദം RSSൻ്റെ രൂപത്തിൽ കടന്നു വരുന്നതിന് 3 വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയുണ്ടായി. 1939 കണ്ണൂർ പിണറായിലെ പാറപ്പുറം എന്ന സ്ഥലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഔപചാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. അതിന് മുൻപൊക്കെ തന്നെ കേരളത്തിൽ സോഷ്യലിസ്റ്റുകളുടെ രൂപത്തിലും ഇടതുപക്ഷത്തിൻ്റെ രൂപത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രൂപത്തിൽ അവർ പ്രവർത്തനം തുടങ്ങുന്നത് നാം ഇവിടെ എത്തുന്നതിന് 3 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയൊന്നും ഇപ്പോൾ ഇതിൻ്റെ അംഗങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം നാം എല്ലാവരും ഏറ്റവും അടിയന്തരമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം അതാണ്. അത് എല്ലാവർക്കും അതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയാം. പക്ഷേ എന്തുകൊണ്ട് നമുക്കിത് കൈയാളാൻ സാധിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കി പോകുമ്പോഴാണ് നമ്മളുടെ ആ സ്വപ്നത്തിലേക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ അല്പ ചരിത്രം പറയുന്നത്. അപ്പോൾ ദേശീയത ഔദ്യോഗികമായി കേരളത്തിലേക്ക് കടന്നു വരുന്നതിന് 3 വർഷം മുൻപ് ഇടതു പ്രസ്ഥാനങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചു എന്ന് ഞാൻ പറയുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഇടതുപക്ഷ പ്രവർത്തകർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നവോത്ഥാനം. ഈ നവോത്ഥാനം എന്ന വാക്കിനെ അവർ വളരെ കൃത്യമായ രീതിയിൽ ഹൈജാക്ക് ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൽ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണായി കേരളം മാറിയത്. കാരണം ഇന്ന് ഏതൊരു ഇടതുപക്ഷ പ്രവർത്തകനോട് പറ്റി ചോദിച്ചാലും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചില ആൾക്കാർക്കെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തിന് ഇന്ന് കാണുന്ന സമഗ്രമായ ഒരു പുരോഗതി ഉണ്ടായത്, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്ന് കാണുന്ന എല്ലാ നന്മകളുടെയും നേരവകാശികൾ ഇടതുപക്ഷമാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, CPIO CPMO എന്നൊക്കെ അവരവകാശപ്പെടുന്ന പാർട്ടികളാണ് എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും, കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു നവോത്ഥാന പ്രവർത്തനങ്ങളിലും ഇടതുപക്ഷത്തിന് യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ തുലോം കുറവാണ് അവരുടെ പങ്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ പക്ഷേ അവരുടെ പ്രവർത്തന ആഴത്തിൽ വേരോടിച്ചത് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ചിട്ട മണ്ണിലായിരുന്നു. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിലെത്തുന്നതിന് എത്രയോ മുൻപ് തന്നെ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ വേരൂന്നിയിരുന്നു. അപ്പം ഞാനതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ 1888 നാരായണ ഗുരുദേവൻ നടത്തിയ ഒരു വിപ്ലവം, അതായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവത്തിൽ ഒരെണ്ണം. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉണ്ടായ വലിയ വിപ്ലവങ്ങളിൽ ഒരെണ്ണം നാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയായിരുന്നു.
അന്ന് ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ പലരും എതിർപ്പുമായി വന്നു. അപ്പോൾ ഇന്ന് ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ പറയുന്ന അന്ന് ഗുരുദേവൻ പറഞ്ഞു ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞു എന്നാണ്. തെറ്റാണ്. ഗുരുദേവൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഗുരുദേവൻ പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്നാണ്. പേജിലൊന്ന് ഷെയർ ചെയ്യണം. അങ്ങനെയാണ് ഗുരുദേവൻ പറഞ്ഞത്. അല്ലാതെ ഈഴവ ശിവൻ എന്നൊരു വാക്ക് ഗുരുദേവൻ ഉപയോഗിച്ചിട്ടില്ല. ഇനിയും ഗുരുദേവനും വളരെ മുൻപ് തന്നെ അയ്യാ വൈകുണ്ഠസ്വാമികൾ അദ്ദേഹം നവോത്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ അയ്യാ വൈകുണ്ഠസ്വാമിയിൽ നിന്നും ഗുരുദേവനിൽ കൂടി മഹാത്മാ അയ്യൻകാളിയിൽ കൂടി ചട്ടമ്പി സ്വാമികളിൽ കൂടി കുമാരഗുരുദേവനിൽ കൂടി വാഗ്ഭടാനന്ദനിൽ കൂടി ഒക്കെ നടന്നു വന്ന ഒരു നവോത്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ നവോത്ഥാനത്തിൻ്റെ മണ്ണിലേക്കാണ് ഇടതുപക്ഷം ആദ്യമേ ആഴ്ന്നിറങ്ങിയത്. സ്വാഭാവികമായും ഇടതുപക്ഷം അന്ന് കേരളത്തിൻ്റെ മനസാക്ഷിയോട് പറഞ്ഞത് മാനുഷികതയും മാനവികതയും സോഷ്യലിസവും ഒക്കെ പറഞ്ഞു. കാര്യം സോഷ്യലിസം എന്ന് പറയുന്ന സങ്കല്പം എല്ലാ കാലത്തും എല്ലാവരും താലോലിക്കുന്ന സങ്കല്പമാണ്. സോഷ്യലിസത്തിലേക്ക് കടന്നു ചെല്ലാൻ കമ്മ്യൂണിസം മാത്രമല്ല വഴി എന്നതാണ് നാം പറയുന്നത്. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പം അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആഴത്തിൽ വേരോടിയ ഒരു മണ്ണിലാണ് 942 ആകുമ്പോൾ RSS കടന്നു വരുന്നത്. RSSൻ്റെ പ്രവർത്തനം നമുക്കറിയാം. അന്ന് വളരെ ശൈശവ ദിശയിലാണ്. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ഏതോ ഒരു സവർണ ജാതിക്കാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെയൊക്കെ ഒരു സംഘടന എന്ന തരത്തിലാണ് RSSനെ ആദ്യകാലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ 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 തിക്തമായ അല്ലെങ്കിൽ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലായിരുന്നു സംഘം പ്രവർത്തനം തുടങ്ങിയത്. ആ സംഘപ്രവർത്തനം ഇങ്ങ് വന്നു. പിന്നെ നമുക്കറിയാം സംഘത്തിൽ നിന്നും ആദർശം ഉൾക്കൊണ്ട് ജനസംഘം രൂപീകരിക്കുന്നു. ജനസംഘം പിന്നീട് ജനതാ പാർട്ടിയായി, ഭാരതീയ ജനതാ പാർട്ടിയായി 1980 രൂപം കൊണ്ടു. ഈ 1980 രൂപം കൊണ്ട ഈ കാലഘട്ടം മുതൽ നാം ഇപ്പോൾ സംസാരിക്കുന്ന 2020 വരെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൻ്റെ ഭരണം കൈയാളാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ചരിത്രമാണ്. ആ ചരിത്രം അവിടെ നിൽക്കട്ടെ. ഇതൊരു പ്രാഥമികമായ അറിവിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇത്ര കാലവും നമ്മുടെ കേരളത്തെ ഭരിച്ചവർ കേരളത്തിന് എന്താ നൽകിയത്? അത് നാം ഒന്ന് പരിശോധിക്കണ്ടേ. 1956 ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇവിടെ അധികാരത്തിലെത്തി EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ നാം ഇന്ന് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അന്ന് 1956 തന്നെ കേരളത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോയി എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരു വിധമായ വിഷനുമില്ലാത്ത അല്ലെങ്കിൽ ദീർഘദർശിത്വമില്ലാത്ത ഈ സംസ്ഥാനം എങ്ങനെയായി മാറണമെന്ന ഒരു ചിന്താ പദ്ധതി ഇല്ലാത്ത ആൾക്കാരായിരുന്നു അന്ന് 56 അധികാരത്തിൽ വന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പറ്റി പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എപ്പോഴും വർഗ സമരത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉള്ളവനും ഇല്ലാത്തവനും എന്ന സംഘർഷത്തിൽ കൂടിയാണ് കമ്മ്യൂണിസം വളരുക. സംഘർഷമാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഇന്ധനം. ഈ സംഘർഷത്തിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ പ്രവർത്തനത്തിനുള്ള ഇന്ധനം ശേഖരിക്കുന്നത്. അപ്പോൾ അവരെന്തു ചെയ്യും? അവർക്ക് കൂടുതൽ ഇന്ധനം വേണമെങ്കിൽ സമൂഹത്തിൽ കൂടുതൽ സംഘർഷമുണ്ടാകണം. അങ്ങനെ ഈ സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു 956 മുതൽ കേരളം ഭരിച്ചു തുടങ്ങിയവർ ചെയ്തത്. അല്ലാതെ കേരളത്തിനെ സമഗ്രമായി നാം മുമ്പ് പറഞ്ഞ ഗുരുദേവനും അയ്യൻകാളിയും ചട്ടമ്പിസ്വാമിയും കുമാരഗുരുദേവനും വാഗ്ഭടാനന്ദനും ഒക്കെ തുടങ്ങിയ ആത്മബോധോദയ സംഘവും NSSും SNDPയും KPMSും ഒക്കെ അയ്യാ വൈകുണ്ഠസ്വാമികളും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ഭാരതീയമായ നവോത്ഥാനമുണ്ട്, സംഘർഷമില്ലാത്ത നവോത്ഥാനം. ആ ഒരു നവോത്ഥാന പദ്ധതിയിൽ കൂടി ആയിരുന്നില്ല കമ്മ്യൂണിസത്തിൻ്റെ പോക്ക്. അവരെല്ലായ്പ്പോഴും സംഘർഷത്തിൻ്റെ പാതയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഗുരുദേവൻ ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ കലഹത്തിന് വന്നവരോട് അദ്ദേഹം പറഞ്ഞത് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നാണ്. അല്ലാതെ അദ്ദേഹം ആരോടും സംഘർഷത്തിന് പോയില്ല. ഗുരുദേവൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നാം ആരെയും അടിച്ച് പുറത്താക്കാറില്ല, എല്ലാവരെയും അടിച്ചകത്താക്കാറേ ഉള്ളൂ എന്ന്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും അടിച്ചകത്താക്കുന്ന ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമ്മെ ഭരിച്ചവർക്കില്ല, ഉണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നാം സംസാരിക്കുമ്പോൾ കേരളത്തിന് 63 വയസ്സായിട്ടുണ്ട്. 63 വയസ്സ് എന്നുള്ളത് ഒരു മനുഷ്യായസ്സിനെ സൂചികയായിട്ട് എടുക്കുകയാണെങ്കിൽ കേരളം ഇന്ന് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ കേരളം ഇപ്പോഴും
ബാലാരിഷ്ടതകളിൽ കിടന്ന് ഉഴറുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം സമഗ്രമായ ഒരു കാഴ്ചപ്പാട് കേരളത്തിൻ്റെ ഭരിച്ചവർക്ക് ഉണ്ടായില്ല. ഇന്ന് നമ്മളെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞ ഊറ്റം കൊള്ളുന്ന ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയുക, നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഗരിമ. ആ ഗരിമ എന്നുള്ളത് നമ്മുടെ പൂർവികന്മാരുടെ തോളിൽ കയറി നിന്ന് നാം കാണുന്ന കാഴ്ചയാണ്. അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതും വലതും മാറി മാറി ഭരിച്ചത് കൊണ്ടല്ല കേരളത്തിന് ഇന്ന് കാണുന്ന ഒരു ഉന്നതി, ഗരിമ, മഹത്വം, അല്ലെങ്കിൽ അല്പം കൂടി ആംഗലേയവൽക്കരിച്ച് പറഞ്ഞാൽ കേരള മോഡൽ എന്ന് നാം പറയുന്ന ഒരു മോഡൽ ഉണ്ടായത് ഈ പറയുന്ന ഇടതും വലതും മാറി മാറി ഭരിച്ചത് കൊണ്ടല്ല. നമുക്കതിന് വളരെ ലളിതമായ യുക്തി കൊണ്ട് തന്നെ അതിനെ, അവരുടെ ആ അവകാശവാദത്തെ ഖണ്ഡിക്കാൻ പറ്റും. ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് എന്താണ്? അവർ വന്നതുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടായത്. അങ്ങനെയെങ്കിൽ നമുക്ക് അവരോട് തിരിച്ച് ലളിതമായ ഒരു ചോദ്യമേ ഉള്ളൂ. കേരളത്തിൽ ഇക്കാണുന്ന നന്മകൾ മുഴുവൻ, കേരളത്തിൻ്റെ ഇക്കാണുന്ന നേട്ടങ്ങൾ മുഴുവൻ നിങ്ങളുടെ സംഭാവനയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് 35 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിന് ഈ നേട്ടം ഉണ്ടാകാതെ പോയത്? നാം കാണണ്ടേ? നമുക്കറിയാം, ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ബ്രെയിനായിരുന്നു. ഇന്ത്യയുടെ എല്ലാം ബംഗാളായിരുന്നു. ഇന്ത്യക്ക് ദിശ കാണിച്ചു കൊടുത്ത എല്ലാ മഹാത്മാക്കളുടെയും ഭൂരിഭാഗം മഹാത്മാക്കളുടെയും ജന്മഗൃഹം ബംഗാളായിരുന്നു. ഇന്ന് ബംഗാൾ ചിന്തിക്കുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. രാമകൃഷ്ണദേവനും ശാരദാദേവിയും വിവേകാനന്ദനും തുടങ്ങി എന്താണ് പറയുന്നത്, സുഭാഷ് ചന്ദ്രബോസും ചന്ദ്രശേഖർ ആസാദും രവീന്ദ്രനാഥ ടാഗോറും പിന്നെ നമ്മുടെ സൂര്യസെന്നും തുടങ്ങി എത്ര, ജതീൻ ദാസും ശ്യാമപ്രസാദ് മുഖർജിയും തുടങ്ങി എത്രയോ മഹാത്മാക്കൾ ജനിച്ച ഒരു നാടാണ് ബംഗാൾ. ആ ബംഗാളാണ് ഇന്ത്യക്ക് എല്ലാവിധ മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ടിരുന്നത്. ബംഗാളായിരുന്നു ഇന്ത്യയെ നയിച്ചുകൊണ്ടിരുന്നത്. ആ ബംഗാളിനെ 35 വർഷം കമ്മ്യൂണിസം അടക്കി ഭരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിൽ കക്കൂസ് കോരാൻ ഇന്ന് വരുന്നത് ബംഗാളിയായി മാറി. ചിന്തിക്കണ്ടേ നമ്മൾ? ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ നേട്ടം. ഇന്ത്യയുടെ ലീഡർമാർ ഒരിക്കൽ ബംഗാളികളായിരുന്നു. ഇന്ത്യയുടെ ധിഷണ, ഇന്ത്യയുടെ ബൗദ്ധികത, ഇന്ത്യയുടെ പ്രജ്ഞ, ഇന്ത്യയുടെ ആധ്യാത്മിക തേജസ് ഇതൊക്കെ ബംഗാളിൽ നിന്നായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ബംഗാളാണ് ആ വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണദേവൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഒക്കെ പിൻഗാമികളെയാണ് നാം ഇന്ന് ബംഗാളികൾ എന്ന് വിളിച്ച് പുച്ഛിച്ച് നമ്മുടെ കക്കൂസ് കോരാനും വാഴയ്ക്ക് തടം വെട്ടാനും തെങ്ങിന് വളമിടാനും ഒക്കെയായി എൻ്റെയും നിങ്ങളുടെയും വീടുകളിൽ വരുന്നത്. ആരുടെ കുഴപ്പം? ആരാണ് അവരെ ഇങ്ങനെ ഈ അധപ്പതനത്തിലേക്ക് തള്ളിവിട്ടത്? നാം ഈ കേരള മോഡൽ സൃഷ്ടിച്ചു എന്ന് ഊറ്റം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാർ. ഈ ഒറ്റ സാമ്യം കൊണ്ട്, ഈ ഒറ്റ ഉദാഹരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കമ്മ്യൂണിസം എന്നുള്ളത് ഒരിക്കലും നാടിന് ഗുണകരമല്ല എന്ന്. കേരളത്തിൽ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു നേട്ടത്തിന് നിങ്ങൾ അർഹരാണെങ്കിൽ അതേ നേട്ടം നിങ്ങൾ ഏകഛത്രാധിപതികളെ പോലെ ഭരിച്ച, ഏകാധിപതികളെ പോലെ ഭരിച്ച, നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിൽ ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? ത്രിപുരയിൽ ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് ഇവിടെ രണ്ടും ഉണ്ടാകാതെ പോയി? അവിടെ രണ്ടും ഉണ്ടാകാതെ പോയി എങ്കിൽ കമ്മ്യൂണിസം അതിൻ്റെ പ്രയോഗത്തിൽ പരാജയപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കണം. ഇനിയും കോൺഗ്രസ്സുകാരോട് നമുക്കിത് തന്നെയാണ് പറയാനുള്ളത്. കോൺഗ്രസ്സുകാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ശബ്ദമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആ ദേശീയതയുടെ ശബ്ദം പിന്നീട് മതന്യൂനപക്ഷങ്ങൾക്ക് അടിയറവ് വെച്ചു. ആ മതന്യൂനപക്ഷത്തിൽ നിന്നും, സംഘടിത മതന്യൂനപക്ഷങ്ങളിൽ നിന്നും സംഘടിത മതഭ്രാന്തിന് അടിയറവ് വെക്കുന്ന ഒരു കാലമുണ്ടായി മാറി. അതോടുകൂടി കോൺഗ്രസ്സിന് ദേശീയ പ്രസ്ഥാനം എന്ന ലേബൽ നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ദേശീയ പ്രസ്ഥാനം എന്നവർ പറയുന്നത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളതുകൊണ്ടാണ്. അതല്ല ദേശീയ പ്രസ്ഥാനം. നിങ്ങൾക്ക് ദേശീയതയുണ്ടാകണം എന്ന് കോൺഗ്രസ്സിന് ദേശീയതയില്ല. കോൺഗ്രസ് അടക്കി ഭരിച്ചതായിരുന്നു ബീഹാറിനെ, കോൺഗ്രസ് അടക്കി ഭരിച്ചതായിരുന്നു UP-യെ, കോൺഗ്രസ് അടക്കി ഭരിച്ചതായിരുന്നു ഒരു കാലത്ത് ബംഗാളിനെ, കോൺഗ്രസ് അടക്കി ഭരിച്ചതായിരുന്നു മധ്യപ്രദേശിനെ, കോൺഗ്രസ് അടക്കി ഭരിച്ചതായിരുന്നു രാജസ്ഥാനെ. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് ഭീമാരു സ്റ്റേറ്റ് എന്ന് പറയുന്ന 7 സ്റ്റേറ്റുകൾ രോഗാതുരമായ സംസ്ഥാനങ്ങളെ ഇന്ത്യക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു നേട്ടം. അപ്പോൾ അങ്ങനെ
അപ്പോൾ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ പങ്ക് എങ്കിൽ അവർ അടക്കി ഭരിച്ച സ്ഥലങ്ങളിലൊക്കെ ഈ മോഡൽ സൃഷ്ടിക്കാൻ സാധിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു കേരള മോഡൽ മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളല്ലോ? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബംഗാൾ മോഡൽ സൃഷ്ടിക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് അവർക്ക് ത്രിപുര മോഡൽ സൃഷ്ടിക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു ബീഹാർ മോഡൽ ഉണ്ടാക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് അവർക്കൊരു UP മോഡൽ ഉണ്ടാക്കാൻ പറ്റാതെ പോയത്? അപ്പോൾ അങ്ങനെ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥം കേരളത്തിൽ അതിന് സാധിച്ചുവെങ്കിൽ അതിനർത്ഥം കേരളത്തിന് എന്തൊക്കെയോ സവിശേഷതകൾ ഉണ്ടായിരുന്നു. ആ സവിശേഷതകളാണ് ഞാൻ മുമ്പ് പറഞ്ഞ നവോത്ഥാന ആൾക്കാർ നമുക്ക് നൽകിയത്, നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ നമുക്ക് പകർന്നു നൽകിയത്. ചട്ടമ്പിസ്വാമിയും ഗുരുദേവനും അയ്യൻകാളിയും ഞാൻ മുമ്പ് പറഞ്ഞ നിരവധി മഹാത്മാക്കളുടെ പേര് ഞാൻ പറഞ്ഞു. ഈ മഹാത്മാക്കളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു അടിത്തറയുണ്ട്. ഈ അടിത്തറ അല്ലെങ്കിൽ ആ മഹാത്മാക്കളുടെ തോളിൽ കയറി നിന്ന് നാം ഉയരം ഉള്ളവരാണെന്ന് നടിക്കുകയാണ് ശരിക്കും ചെയ്തത്. അല്ലാതെ കേരള മോഡൽ എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ സംഭാവനയല്ല, വലതുപക്ഷത്തിൻ്റെയും അല്ല. സ്വാഭാവികമാണ്, നല്ലൊരു അടിത്തറ കിട്ടിയാൽ അതിന് മുകളിൽ മനോഹരമായ ഒരു കെട്ടിടം പണിയുന്നതിന് വലിയ കരവിരുതൊന്നും വേണ്ട. ഉറപ്പുള്ള കെട്ടിടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അടിത്തറ ഭദ്രമാണ് എങ്കിൽ. നവോത്ഥാന നായകർ ഉഴുതുമറിച്ചിട്ട ഫലഭൂയിഷ്ടമായ മണ്ണിൽ 100 മേനി ഇന്ന് വിളയുന്നുണ്ട് എങ്കിൽ അത് വിത്തെറിഞ്ഞവൻ്റെ മാത്രം ഗുണം കൊണ്ടല്ല, ആ നിലമൊരുക്കിയവൻ്റെ ഗുണമാണ്. ആ നിലം ഒരുക്കിയ കർഷകനാണ് അതിൻ്റെ ക്രെഡിറ്റിൻ്റെ 50% മുകളിൽ അവകാശപ്പെടാനുള്ളത്. പിന്നെ മാറി മാറി ഇവർ ഭരിച്ചു എന്നുള്ളത്. അപ്പം അതുകൊണ്ട് കേരളം പക്ഷേ അങ്ങനെ ഇത്രയും ബൗദ്ധികമായ അല്ലെങ്കിൽ ഇത്രയും മോഡൽ, കേരള മോഡൽ എന്ന് നമുക്ക് അഭിമാനിക്കാൻ തക്കവണ്ണം അടിത്തറയുള്ള കേരളം പക്ഷേ ഇന്ന് എവിടെ നിൽക്കുന്നു? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നാം ഓരോരുത്തരുടെയും കടം 73,000 രൂപയാണ്. ഈ സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും 73,000 കടക്കാരാണ്. ആരുണ്ടാക്കിയെടുത്തതാണ് ഈ കടം? 2.25 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതുകടം. കേരളം കഴിഞ്ഞ വർഷം അതിൻ്റെ റവന്യൂ ചെലവിൻ്റെ 25% ചെലവഴിച്ചത് കടം മേടിച്ച പണത്തിന് പലിശ കൊടുക്കാൻ മാത്രമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഭരിച്ചതിൻ്റെ ഗുണമാണ്. ഇന്ന് പ്രതിശീർഷ മദ്യപാനത്തിൽ കേരളം എവിടെ എത്തി നിൽക്കുന്നു? സ്ത്രീകളോടുള്ള കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ, കുട്ടികളോടുള്ള കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിൽ, വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ, ആളോഹരി കടത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇന്ന് കേരളം നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ കേരളത്തിൻ്റെ തനതായ വിദ്യാഭ്യാസം, സാംസ്കാരികമായ അവബോധം, ഉയർന്ന ചിന്ത, ഉന്നതമായ ജീവിത നിലവാരം, ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ നവോത്ഥാന നായകന്മാരാണ്. അവിടെ കമ്മ്യൂണിസത്തിനൊരു പ്രസക്തിയുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 56-ൽ കേരളത്തിൻ്റെ ആദ്യ മന്ത്രിസഭ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ അവരും ശ്രമിച്ചത് സംഘർഷാത്മകമായ ഒരു കേരളം സൃഷ്ടിക്കാനായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, വൈരുദ്ധ്യങ്ങളാണ്, കോൺഫ്ലിക്റ്റുകളാണ് കമ്മ്യൂണിസത്തിൻ്റെ ഇന്ധനം. സമൂഹത്തിൽ എപ്പോഴും വൈജാത്യം ഉണ്ടാകണം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എപ്പോഴും സംഘർഷത്തിലേർപ്പെടണം. ഇല്ലാത്തവൻ എപ്പോഴും ഉള്ളവനെ ആക്രമിക്കാൻ തയ്യാറായിരിക്കണം. ഉള്ളവൻ എപ്പോഴും ഇല്ലാത്തവനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ചൂഷണം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ കമ്മ്യൂണിസത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. അപ്പോൾ ഈ മുതലാളിത്തം എപ്പോഴും ചെയ്യുന്നത് എന്താ? ഇല്ലാത്തവനെ, തൊഴിലാളിയെ ചൂഷണം ചെയ്യും. തൊഴിലാളി ചൂഷണം അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? മുതലാളിയുമായി എപ്പോഴും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെ എല്ലായ്പ്പോഴും സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തിന് എങ്ങനെയാണ് സമഗ്രമായി പുരോഗമിക്കാൻ സാധിക്കുക? സംഘർഷത്തിൽ കൂടി ഒരിക്കലും പുരോഗതി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പണ്ട് വിഷ്ണുനാരായണ നമ്പൂതിരി സാറ് പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കാറൽ മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രം, മാർക്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഐ ആം നോട്ട് എ മാർക്സിസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഈ മാർക്സിസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ദാസ് ക്യാപിറ്റൽ ഉൾപ്പെടെ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രത്യയശാസ്ത്രം രൂപം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ലോകത്തിലുണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെ പറ്റിയും പഠിച്ചു. ഈ എല്ലാ വ്യവസ്ഥകളെ പറ്റി പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരബദ്ധം പറ്റി. അദ്ദേഹം കിഴക്ക് നാടുകളിലേക്ക്
ഭാരതമടക്കമുള്ള കിഴക്ക് നാടുകളിലേക്ക് വന്നില്ല. പക്ഷെ അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും പോയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ ലോകത്ത് രണ്ട് തരം ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഉള്ളവനും മറ്റുള്ളവൻ ഇല്ലാത്തവനും, അതായത് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന രണ്ട് വിഭാഗത്തെ കാറൽ മാർക്സ് കണ്ടു. ഈ രണ്ട് വിഭാഗങ്ങളെയും തമ്മിലുള്ള അന്തരം, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കലായി മാറി കമ്മ്യൂണിസം. അതിനുവേണ്ടിയാണ് അദ്ദേഹം കമ്മ്യൂണിസം ആവിഷ്കരിച്ചത്. കാരണം ഇല്ലാത്തവൻ എന്തു ചെയ്യണം? ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഉള്ളവൻ എന്തു ചെയ്യണം? തനിക്കുള്ളതൊന്നും നഷ്ടമാകാതെ ശ്രദ്ധിക്കണം. സ്വാഭാവികമായും എന്തുണ്ടാകും? ഇല്ലാത്തവൻ ഉള്ളവനിൽ നിന്നും പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സംഘർഷമുണ്ടാകും, അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും, അവിടെ വൈരുദ്ധ്യമുണ്ടാകും. ആ വൈരുദ്ധ്യം എന്താവും? സംഘർഷത്തിലേക്ക് പോകും. സംഘർഷം രക്തരൂക്ഷിതമാകും. അതുകൊണ്ടാണ് അവർ എപ്പോഴും വിപ്ലവം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രക്തരൂക്ഷിതമാണ് വിപ്ലവങ്ങൾ പലതും. അപ്പം വിപ്ലവം സൃഷ്ടിക്കലാണ് കമ്മ്യൂണിസത്തിൻ്റെ ആവശ്യം. പക്ഷേ അന്ന് പറഞ്ഞത് വിഷ്ണുനാരായണ നമ്പൂതിരി സാറിനെ പറ്റിയുള്ള ആൾക്കാരൊക്കെ അന്ന് പറഞ്ഞത്, ഒരുപക്ഷെ കാറൽ മാർക്സ് ഇന്ത്യയിലേക്ക് വന്നിരുന്നു എങ്കിൽ അദ്ദേഹം മൂന്നാമതൊരു വിഭാഗത്തെ കൂടി കാണുമായിരുന്നു. അത് ലോകത്തിൽ മറ്റെങ്ങുമില്ലാത്ത ഒരു വിഭാഗം. അവർ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അവരാണ് ഉണ്ടായിട്ടും വേണ്ടാത്തവർ. അത് നിങ്ങൾക്ക് ലോകത്തിലെങ്ങും കാണാൻ സാധ്യമല്ല. സമൂഹത്തിന് വേണ്ടി ത്യജിച്ചവൻ. നമ്മൾ പണ്ടൊക്കെ ശാഖയിലൊക്കെ പോകുന്ന സമയത്ത് പറയുമായിരുന്നു, നമ്മൾ ഒരു പാശ്ചാത്യ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുക, ആരാണ് നിൻ്റെ ലീഡർ? അല്ല, നീ ആരെയാണ് നിൻ്റെ ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നത്? നിൻ്റെ റോൾ മോഡൽ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയും ദ ഗ്രേറ്റ് അലക്സാണ്ടർ എന്ന്. പക്ഷേ നിങ്ങൾ ഭാരതത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞിനോട് ചോദിക്കൂ, ഒരു 5 വയസ്സ് മുതൽ സംസാരശേഷി കിട്ടുന്ന, സംസാരിക്കാൻ അറിയുന്ന പ്രായം മുതലുള്ള കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആരാണ് നിൻ്റെ ലീഡർ? നീ ആരെയാണ് മഹാനായി കാണുന്നത്? ആരാണ് നിൻ്റെ ഗ്രേറ്റ്? നിൻ്റെ പൂർവികൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവൻ പറയുന്ന പേരുകൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ ഊഹിക്കാം. അതെ, ആ പല പേരുകളും പറയും. അത് ഗാന്ധി ആയിക്കൊള്ളട്ടെ, ശ്രീരാമചന്ദ്രനാകട്ടെ, ശ്രീകൃഷ്ണനാകട്ടെ, ഗാന്ധിജി ആകട്ടെ, സുഭാഷ് ചന്ദ്രബോസ് ആകട്ടെ, ഭഗത് സിംഗ് ആകട്ടെ, ആസാദ് ആകട്ടെ, ഡോക്ടർ ജി ആകട്ടെ, ശ്യാമപ്രസാദ് മുഖർജി ആകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഇവരുടെ പേരുകളാണ് പറയുക. നാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമിയെയും അയ്യൻ കാളിയെയും ഒക്കെ അവർ ഉദ്ധരിക്കുന്നുണ്ടാകും അവരുടെ പൂർവികനെ പറ്റി. എന്താണ് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെയുള്ള പ്രത്യേകത? അവരൊക്കെ ഉണ്ടായിട്ട് വേണ്ടാത്തവരായിരുന്നു. അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി തങ്ങളുടെ നല്ല ഇന്നുകൾ ത്യജിച്ചവരായിരുന്നു. നമ്മളുടെ നല്ല നാളേക്ക് വേണ്ടി അവരുടെ സമ്പൽ സമൃദ്ധമായ ഇന്നുകളും ഇന്നലകളും അവർ ത്യജിച്ചു. അങ്ങനെയാണ് അവർ മഹാന്മാരായത്. അല്ലാതെ അവർ വെട്ടിപ്പിടിച്ചിട്ടല്ല, അവരാരെയും ആക്രമിച്ചിട്ടല്ല, അവരവരുടെ ടെറിട്ടറിയുടെ ബൗണ്ടറീസ് വലുതാക്കിയത് കൊണ്ടല്ല. അതാണ് ഇന്നലെ നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്നും അതിർത്തി വലുതാക്കുന്നത് വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന്. ഭാരതം അതൊക്കെ എന്നേ അവസാനിപ്പിച്ചു. അല്ലെങ്കിൽ ഭാരതത്തിൽ അങ്ങനെ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടും വേണ്ടാത്തവനെന്ന മൂന്നാമതൊരു വിഭാഗം ഉണ്ടായി മാറിയത്. അപ്പം ഈ ഉണ്ടായിട്ടും വേണ്ടാത്തവൻ്റെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം വരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യ ചരിത്രം പൂർത്തിയാകുകയുള്ളൂ. അവിടെയാണ് കാറൽ മാർക്സിന് അടിതെറ്റിയത്. അദ്ദേഹം ഉള്ളവനും ഇല്ലാത്തവനുമെന്ന് ജനങ്ങളെ വേർതിരിച്ചപ്പോൾ ഭാരതത്തിൽ ഉണ്ടായിട്ട് വേണ്ടാത്തവനുണ്ടായിരുന്നു. അവരെ കാണാൻ കാറൽ മാർക്സിന് സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വൈരുദ്ധ്യം, ഈ സംഘർഷമില്ലാത്ത ഒരു കേരളം, ഇനി നമ്മൾ അല്പം എക്കണോമിക്സിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം എന്താണ്? നമ്മളുടെ ആ ഭൂമിയുടെ ഘടന തന്നെ. അതുകൊണ്ടാണ് കേരളത്തിനെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പലരും വിളിക്കുന്നത്. കാരണം ഇത്രയും മനോഹരമായ കാലാവസ്ഥ. നമുക്കറിയാം, ഇടനാടും മലനാടും തീരപ്രദേശവും അടങ്ങിയ മൂന്നായിട്ട് തരം തിരിച്ച, വളരെ വ്യക്തമായി നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്തതകൾ കേരളത്തിനുണ്ടായിരുന്നു.
മലനാടും ഇടനാടും തീരപ്രദേശവും ചേർന്ന മനോഹരമായ ഒരു ഭൂപ്രദേശം. നമുക്കറിയാം, വെസ്റ്റേൺ ഗാട്സുകൾ പശ്ചിമഘട്ടം സംരക്ഷിച്ചു നിർത്തുന്ന കേരളം, ഉഷ്ണവാതങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരാതെ പശ്ചിമഘട്ടം നമ്മെ സംരക്ഷിച്ചു നിർത്തുന്നു. സഹ്യനും പശ്ചിമഘട്ടവും ഒക്കെ ചെയ്ത് നമുക്ക് മനോഹരമായ സ്വർഗതുല്യമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തെ ഭരിച്ചവർക്കൊന്നും ഇത് കാണാനുള്ള ദീർഘദർശിത്വം ഉണ്ടായിരുന്നില്ല. അവരെല്ലാം എന്താ ചെയ്തുകൊണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചൂഷണത്തിൻ്റെ പാതയിലേക്ക് പോയി, അവർ സംഘർഷത്തിൻ്റെ പാതയിലേക്ക് പോയി. അവർ മറ്റു പലയിടത്തും കണ്ട മോഡലുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. കേരളത്തിന് തനതായ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ, കേരളത്തിൻ്റെതായ ഒരു വികസന പദ്ധതി തയ്യാറാക്കാൻ ഇവർക്ക് സാധിച്ചില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്നുള്ളത് ഒരിക്കലും വമ്പൻ വ്യവസായങ്ങൾക്ക് വേണ്ടുന്നതല്ല. അതിന് സാധിക്കുന്ന അല്ലെങ്കിൽ അതിന് പര്യാപ്തമായ ഒരു ഭൂപ്രദേശമല്ല കേരളത്തിൻ്റേത്. ഇവിടെ വേണ്ടത് വൻകിട വ്യവസായങ്ങളായിരുന്നില്ല. കേരളത്തിന് തനതായി, കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമായുള്ള ആയുർവേദം, നമുക്ക് മാത്രമായുള്ള പ്രകൃതി സൗന്ദര്യം, ഏകദേശം 650 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കടലോര പ്രദേശം. ഈ കടലോര പ്രദേശങ്ങൾക്ക് മത്സ്യബന്ധനവും അനുബന്ധ വ്യവസായങ്ങളും കടലോര മേഖലയിൽ തുടങ്ങാം. പശ്ചിമഘട്ട മലനിരകളുള്ള മലനാട്ടിൽ വനവിഭവങ്ങളും ടൂറിസവും അടക്കമുള്ള സാധ്യതകൾ വിനിയോഗിക്കാം. മധ്യ കേരളത്തിലോ പശു വളർത്തലും കഥകളിയും ആയുർവേദവും ടൂറിസവും തനത് കലാരൂപങ്ങളും ഒക്കെയാക്കി മാറ്റി കേരളത്തെ ഒരു സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ ഒരു സിംഗപ്പൂരോ ഒന്നും ആക്കി മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ ഭരിച്ചവർക്ക് ആ വിഷൻ ഇല്ലാതെയായിപ്പോയി എന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗം. ഇന്നും എത്തിയിട്ടില്ല അവരിപ്പോഴും വമ്പൻ വ്യവസായികളുടെ പിന്നാലെ പോവുകയാണ്. കേരളത്തിൻ്റെ മലനിരകൾ മുഴുവൻ അവർ തുരന്നില്ലാതെയാക്കുകയാണ്. മലനിരകൾ മുഴുവൻ പൊട്ടിച്ച് ക്വാറികൾക്ക് അനിയന്ത്രിതമായ ലൈസൻസ് കൊടുത്ത് കേരളത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ നികത്തുകയാണ്. എല്ലാ നദികളിൽ നിന്നും അനിയന്ത്രിതമായി മണൽ വാരിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ മുഴുവൻ വെട്ടി നശിപ്പിക്കുകയാണ്. ചതുപ്പ് നിലങ്ങൾ മുഴുവൻ മണ്ണിട്ട് നികത്തുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ ഭൂഘടനയെ തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരികൾ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. ഈ ഒരു ദുര്യോഗം കേരളത്തിനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ വിഷനില്ലാത്ത, ദീർഘദർശിത്വമില്ലാത്ത, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ തനതായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഭരണാധികാരികളില്ലാത്ത ഒരു കേരളമായി മാറിപ്പോയത്. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രസക്തി. അവിടെയാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഭരണത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത. അത് കേവലം രാഷ്ട്രീയമായ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എന്നെ ഇതിന് വിളിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ ഇതിൻ്റെ സംഘാടകർ പോലും പ്രതീക്ഷിച്ചത് നമുക്ക് ചില രാഷ്ട്രീയമായ കാര്യങ്ങൾ പറയണം എന്നായിരിക്കും. ഞാൻ ഖേദത്തോടെ പറയട്ടെ, എനിക്കതിന് സാധിച്ചില്ല. ഞാനും ചില രാഷ്ട്രീയമൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നാം ചെറുപ്പക്കാരെന്ന നിലയിൽ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ മാറ്റം എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ചുവന്ന കൊടി മാറി ഒരു ഹരിത കുങ്കുമ പതാക അവിടെ വരിക, അല്ലെങ്കിൽ ഒരു ത്രിവർണ്ണ പതാക മാറി ഹരിത കുങ്കുമ പതാക ഉണ്ടാവുക എന്നുള്ളതല്ല നാം ഉദ്ദേശിക്കുന്നത്. കേരളത്തെ സമഗ്രമായി മാറ്റാൻ നമുക്ക് സാധിക്കണം. കേരളത്തിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാകും. കേരളത്തിൻ്റെ അക്രമ രാഷ്ട്രീയം അവസാനിക്കണം. നമുക്ക് പറഞ്ഞില്ലേ, ഇന്ത്യയിൽ മറ്റെങ്ങും എന്തുകൊണ്ടാണ് അക്രമ രാഷ്ട്രീയം ഇല്ലാത്തത്? ഈ അക്രമ രാഷ്ട്രീയം ഇല്ലാത്തത് അവിടെയൊന്നും കമ്മ്യൂണിസം ഇല്ലാത്തത് കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ അക്രമങ്ങളുടെ എല്ലാം ഒരു സൈഡ് ചെന്ന് നിൽക്കുന്നത്, കമ്മ്യൂണിസത്തിലാകുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഘർഷത്തിൽ ഏർപ്പെടുന്നത് BJP-യോട് മാത്രമാണോ? RSSനോട് മാത്രമാണോ? അവർ കോൺഗ്രസിനോട് സംഘർഷത്തിലല്ലേ? അവർ മുസ്ലിം ലീഗിനോട് സംഘർഷത്തിലല്ലേ? അവർ ജനതാദളിനോട് സംഘർഷത്തിനല്ലേ? എന്തിന് അവരവരുടെ ഘടകകക്ഷിയായ CPI-യോട് പോലും സംഘർഷത്തിലല്ലേ? ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അവർ തമ്മിൽ കൊന്നു തീർക്കും. അപ്പം ഇത് കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്.
ഈ അടിസ്ഥാന സ്വഭാവത്തിനാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. പണ്ട് ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന ഒരു പഴയ നക്സൽ നേതാവ്, അദ്ദേഹം പിന്നീട് ആത്മീയ പാതയിലൊക്കെ വന്നു. അപ്പോൾ ഫിലിപ്പം പ്രസാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമായി കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ട്രേഡ് യൂണിയനെയാണ്. അപ്പോൾ നമുക്കൊക്കെ ഇന്ന് ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് കേരളം അധപ്പതിച്ചിരിക്കുന്നു. ഇന്ന് എന്തു പറഞ്ഞാലും നിഷേധ ചിന്തയാണ് കേരളത്തിന് എപ്പോഴും മുന്നിലുള്ളത്. ആ നിഷേധ ചിന്ത മാറ്റിവെച്ച് കേരളത്തിന് പറ്റുന്ന വികസനം, കേരളത്തിൻ്റെ വികസനം എന്നുള്ളത് വലിയ രമ്യഹർമ്മ്യങ്ങൾ പണിയുന്നതോ വലിയ വലിയ മൾട്ടിപ്ലക്സുകൾ വരുന്നതോ വലിയ ഷോപ്പിംഗ് മാളുകൾ വരുന്നതോ ആണ് എന്ന് എങ്ങനെയോ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണാധികാരികൾ തെറ്റിദ്ധരിച്ചു. കേരളത്തിൽ ഇന്ന് വികസനം എന്നുള്ളത് മൾട്ടി സ്റ്റോറിയുടെ ബിൽഡിങ്ങുകൾ പണിയുന്നതാണ്. അതാണ് വികസനം. വലിയ ബോർഡ് വെച്ചാൽ, വലിയ ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങുകൾ പണിതാൽ വികസനമായി എന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവേത് അത് മാറ്റണം. നമുക്ക് വേണ്ട വികസനം കെട്ടിടങ്ങളുടെ വികസനമല്ല. നമുക്ക് വേണ്ടത് നമ്മളുടെ പ്രകൃതിയുടെ വികസനമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെ ഇതുപോലെ നിലനിർത്താൻ സാധിച്ചാൽ, കേരളത്തിൻ്റെ മനോഹരമായ ഭൂപ്രകൃതി ഉണ്ടാക്കിയെടുത്താൽ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും വിദേശ രാജ്യങ്ങളിലായിരിക്കും ഇരിക്കുക. ആ വിദേശ രാജ്യങ്ങളിലൊന്നും പോകേണ്ട ഗതികേട് ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾ ചിലരെങ്കിലും സ്വിറ്റ്സർലാൻഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ പോയിട്ടുള്ളവരും ചിലപ്പോൾ അവിടെ നിന്നുള്ളവരും ഒക്കെ ഉണ്ടാകാം. അവരുടെയൊക്കെ ന്യൂസിലൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഈ രാജ്യങ്ങളൊക്കെ കൃഷിയാണ് അവരുടെ അടിസ്ഥാനം, പശു വളർത്തൽ. അവരവരുടെ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്ന നാം കണ്ടു പഠിക്കണം. നമുക്ക് വലിയ ഗോസമ്പത്തുണ്ടായിരുന്നു. ആ ഗോസമ്പത്ത് അധിഷ്ഠിതമായ ഡയറി പ്രൊഡക്റ്റുകളുമായി പാൽ അധിഷ്ഠിത വ്യവസായങ്ങൾ കേരളത്തിൽ നന്നായി ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന വികസനമാണ്, അല്ലെങ്കിൽ പ്രവർത്തനമാണ്. ഇപ്പോൾ ഐ ടി മേഖലയിൽ ഒരുപക്ഷെ പരിസ്ഥിതിക്ക് നാശമുണ്ടാക്കാത്ത രീതിയിലുള്ള IT, നമ്മളുടെ തലച്ചോറ് വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ കലകൾ വിറ്റ് ജീവിക്കാൻ പറ്റും. നമുക്ക് നമ്മളുടെ വൈദഗ്ധ്യം, ആയുർവേദം പോലെയുള്ള, കളരിപ്പയറ്റ് പോലെയുള്ള വൈദഗ്ധ്യങ്ങൾ വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും. കഥകളിയും ഓട്ടൻതുള്ളലും ശീതങ്കൻതുള്ളലും ഒക്കെയുള്ള യക്ഷഗാനവും ഒക്കെ പോലെയുള്ള നമുക്ക് ലോകത്തെങ്ങുമില്ലാത്ത കലാരൂപങ്ങൾ വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇതൊക്കെ കാണാൻ വിദേശികൾ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ ടൂറിസത്തിൽ അധിഷ്ഠിതമായ, കൃഷിയിൽ അധിഷ്ഠിതമായ, ഗോസംരക്ഷണത്തിൽ അധിഷ്ഠിതമായ, പ്രകൃതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ ഒരു കേരളമാണ് നമുക്ക് വേണ്ടത്. ആ കേരളം വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിഷനുള്ള നേതാവുണ്ടാകണം, ഒരു നേതൃത്വം ഉണ്ടാകണം. അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരു സംഘടന വേണം. ദൗർഭാഗ്യവശാൽ ഇന്ന് ഇത്രകാലവും കേരളത്തെ ഭരിച്ച വലത് മുന്നണികൾക്ക് ആ ഒരു വിഷൻ ഇല്ലാതെയായിപ്പോയി. ഇന്ന് രണ്ട് മുന്നണികളെയും മാർക്സിയൻ ചിന്താഗതിയാണ് ഭരിക്കുന്നത്. അത് ഇടതുപക്ഷം വന്നാലും വലതുപക്ഷം വന്നാലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇടത് ചിന്താഗതി കിടപ്പുണ്ട്. എന്നിട്ട് നാം അഭിമാനത്തോടെ പറയും കേരളത്തിന് എപ്പോഴും ഇടതു മനസ്സാണെന്ന്. ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷേ ഇടത് മനസ്സുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടായത്? ഈ 63 വർഷമായിട്ടും കേരളത്തിൻ്റെ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരും വല്ലവരുടെയും, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കൽ, നിങ്ങളൊക്കെ വിദേശത്ത് പോയി നിങ്ങളുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നവരാണ്. പക്ഷേ എങ്കിലും വലിയ മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യത്തിന് കാത്തുനിന്ന് സ്വന്തം നാടിനെയും വീടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ജീവിക്കാൻ അവസരമില്ലാതെ ആയി പോയത് കൊണ്ടാണ്. അതിനാരാണ് ഉത്തരവാദി? കേരളം ഇന്ന് 2.25 ലക്ഷം കോടി രൂപയുടെ കടത്തിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി? കേരളത്തിൻ്റെ ഇന്ന് ഏറ്റവും വലിയ വരുമാന സ്രോതസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, മദ്യവും ലോട്ടറിയും മാത്രമാണ്. അപ്പോൾ ഒരു കണക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു വലിയ സമയം ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 80% ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷനും മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ സർക്കാരിൻ്റെ 80% നികുതി വരുമാനത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് 10.5 ലക്ഷത്തോളം വരുന്ന, അതായത് നമ്മുടെ ജനസംഖ്യയുടെ 3% വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരുമാണ്. ബാക്കി 20% നികുതി വരുമാനം മാത്രമാണ് നമുക്കുള്ളത്. 100 രൂപ കിട്ടിയാൽ 80 രൂപ ശമ്പളത്തിനും പെൻഷനുമായി കൊടുക്കണം. ബാക്കി 20 രൂപ മാത്രമേ നമുക്ക് ക്ഷേമ പ്രവർത്തനം നടത്താനും വികസന പ്രവർത്തനം നടത്താനും ഇന്ന് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അടങ്ങിയ ഒരു സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെപ്പറ്റി പറയുന്നത് മണി ഓർഡർ ഇക്കോണമി എന്നാണ് കേരളത്തെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ മണി ഓർഡർ ഇക്കോണമിയുടെ ഒരു
അത് ഒരേ സമയം നമ്മുടെ ശക്തിയും ദൗർബല്യവുമാണ്. ഈ മണി ഓർഡർ ഇക്കോണമിയുടെ ദൗർബല്യം നമുക്ക് അവസാനിപ്പിക്കണം. കേരളത്തിലുള്ളവർ കേരളത്തിൽ തന്നെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അതിന് രാഷ്ട്രീയ സംഘർഷങ്ങളാകുന്ന സമഗ്രമായി കേരളത്തെ കാണാൻ സാധിക്കുന്ന ഒരു ഭരണാധികാരികൾ ഇവിടെ ഉണ്ടായി വരേണ്ടതുണ്ട്. ആ ഒരു മാതൃക നമുക്ക് സൃഷ്ടിക്കണം. നമുക്കറിയാം ഇസ്രായേലിൻ്റെ മാതൃക. ഇസ്രായേൽ എന്നുള്ളത് ഒരു കേരളത്തെക്കാൾ ചെറിയൊരു സ്ഥലം, ചുറ്റും 4 വശവും ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് ഇസ്രായേൽ. അവരേതു നിമിഷവും ശത്രുവിൻ്റെ കരങ്ങളിൽ അകപ്പെടുമെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അവർക്കുള്ള ഭൂമി മണലാണ്. അവർ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള അത്യന്താധുനികമായ ടെക്നോളജി വികസിപ്പിച്ചെടുത്ത ഇസ്രായേലുകാരാണ്. ഇന്ന് കാർഷിക മേഖലയിൽ ഏറ്റവും മികച്ച ടെക്നോളജി ഇസ്രായേലിൻ്റെയാണ്. എങ്ങനെയാണ് അവർക്കത് സാധ്യമായത്? ആ രാജ്യത്തോട് കൂറുള്ള, ആ നാടിനോട് കൂറുള്ള, തങ്ങളുടെ വംശത്തോട് കൂറുള്ള ഒരു ജനത അവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ നേരെ നോക്കാൻ ശത്രു രണ്ടാമതൊന്ന് ആലോചിക്കും. അല്ലാതെ ആരും അങ്ങ് കയറി ഇസ്രായേലിനെ അങ്ങ് കൈകാര്യം ചെയ്ത് കളയാമെന്നൊന്നും ആരും ധരിക്കില്ല. കൊടുത്താൽ 10 തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം ലോകത്തിനറിയാം. അപ്പോൾ അത്തരത്തിൽ ശക്തമായ ഒരു നേതൃത്വം നമുക്ക്, കേരളം നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ്. ഈ അഭിമാന സ്ഥലം നമുക്ക് നിലനിർത്തണം. അല്ലാതെ ഇന്ന് ഇടതുപക്ഷം പറയുന്നത് പോലെ കേരളം അങ്ങ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തെ ഒരു പ്രത്യേക റിപ്പബ്ലിക്കാക്കി മാറ്റാം എന്ന തരത്തിലേക്കാണ് എന്ന് തോന്നുന്നു ഇടതുപക്ഷം എന്ന് ചിന്തിക്കുന്നത്. കേരളം എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ് പോലും. എല്ലാം കേരളത്തിന് സ്വന്തമാണെന്ന് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പറഞ്ഞാൽ വലിയ വലിയ വിഷയങ്ങളാണ്. കേരള ബാങ്ക് സ്വന്തമായി കേരളത്തിന് ബാങ്ക് ഉണ്ടാക്കുന്നു. കേരള ബാങ്ക് സ്വന്തമായി എയർലൈൻസ്, കേരള എയർലൈൻസ് കൊണ്ടുവരുന്നു. സ്വന്തമായി കിഫ്ബി പോലെയുള്ള പണം കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ വരുന്നു. സ്വന്തമായി ടെലിഫോൺ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു, K-ഫോൺ. അപ്പം ഇങ്ങനെ തുടങ്ങി എല്ലാം കേരളം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. കേരളത്തിൻ്റെ മന്ത്രി ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആവശ്യപ്പെടുന്നു. അപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ കൂട്ടി ദക്ഷിണേന്ത്യൻ ഫെഡറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ കേരളത്തെ ഒരു പ്രത്യേക റിപ്പബ്ലിക്കാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോഴാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തി, BJP ഒരു ഓൾട്ടർനേറ്റീവായി ഈ നാട്ടിൽ ഉണ്ടാകേണ്ട ആ ഒരു പ്രസക്തി വർദ്ധിക്കുന്നു. ഞാൻ മറ്റ് ഘടകങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകർ ഇതാണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല. അവർ പ്രതീക്ഷിച്ചത് ഒരുപക്ഷെ ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളും കേരളത്തിൻ്റെ സംഘടിതമായ മതശക്തികൾ, ന്യൂനപക്ഷ സംഘടിത ശക്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അപ്രമാദിത്വത്തെപ്പറ്റിയും ഇവിടുത്തെ കഴിഞ്ഞ കുറേ കാലമായി ഈ ദേശീയ ജനതകൾ സഹിച്ചു വരുന്ന കഷ്ടപ്പാടിനെ പറ്റിയും ഒക്കെ ഞാൻ പറയുമെന്ന് ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ ആ പ്രതീക്ഷ നിറവേറ്റാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഞാൻ പറയുന്നത് രാഷ്ട്രീയം മാറ്റിവെച്ച് കേരളത്തിന് സമഗ്രമായ ഒരു ദിശാബോധം നൽകണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേശീയമായ കാഴ്ചപ്പാടുള്ള മനുഷ്യനെ, സമഗ്ര മനുഷ്യനെ കാണാൻ, അല്ലാതെ വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യനല്ല. ഉള്ളവനും ഇല്ലാത്തവനും മാത്രമല്ല സമൂഹത്തിലുള്ളത്, ഉണ്ടായിട്ട് വേണ്ടാത്തവനുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ ഭൗതികമായ എൻറ്റിറ്റി മാത്രമല്ല എന്നും അവൻ്റെ ആവശ്യമെന്നുള്ളത് ഭൗതികമായ ആവശ്യം മാത്രമല്ല എന്നും കണ്ടറിഞ്ഞ ഇൻ്റഗ്രൽ ഹ്യൂമനിസം എന്ന നമ്മൾ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ അദ്ദേഹം മുൻപോട്ടേക്ക് വെച്ച ഏകാത്മ മാനവ ദർശനം, അതാണ് ഇൻ്റഗ്രൽ ഹ്യൂമനിസം. കമ്മ്യൂണിസത്തിന് ബദൽ ഏകാത്മ മാനവ ദർശനം മാത്രമാണ്. കാരണം ഏകാത്മ മാനവ ദർശനത്തിന് മാത്രമേ മനുഷ്യനെ സമ്പൂർണനായി കാണാൻ സാധിക്കുകയുള്ളൂ. കമ്മ്യൂണിസം കാണുന്ന മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനല്ല, അവൻ ഹാൻഡിക്യാപ്ഡ് ആണ്. അവൻ അവരുടെ മെറ്റീരിയലിസ്റ്റിക് രൂപം മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യൻ വെറും ഒരു മെറ്റീരിയൽ ഉപകരണം മാത്രമല്ല എന്നും അവന് ഒരു ചോദനയുണ്ട് എന്നും അവനുള്ളിൽ ഒരു ചിതിയുണ്ട്, അവനുള്ളിൽ ഒരു ജ്വാലയുണ്ട്, അവനൊരു അസ്മിതയുണ്ട്, അവനൊരു അസ്തിത്വമുണ്ട്, അവനിലൊരു ആധ്യാത്മികതയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ചിന്താ പദ്ധതിയാണ് ഏകാത്മ മാനവദർശനം, അതാ ഇൻ്റഗ്രൽ ഹ്യൂമനിസം. അത് പ്രയോഗത്തിൽ വരുത്താൻ കപ്പാസിറ്റിയുള്ള, അത് ആദർശമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി അതുമായി മുൻപോട്ടേക്ക് വന്നാൽ മാത്രമേ കേരളം വീണ്ടും വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കേരളം അതിൻ്റെ പഴയ തനിമ തിരിച്ചു പിടിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ
അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ സൈബർ പോരാളി ഗ്രൂപ്പിൻ്റെ അഡ്മിനും അതിൻ്റെ അണിയറ പ്രവർത്തകർ എല്ലാവർക്കും ഞാൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ അല്ലെങ്കിൽ 3-4 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലൈവ് വരേണ്ടതായിരുന്നു. എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലമാണ് അത് നടക്കാതെ പോയത്. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്തായാലും വൈകിയ വേളയിലാണെങ്കിലും നിങ്ങളോട് എനിക്ക് സഹകരിക്കാൻ സാധിച്ചതിൽ, അതിനൊരു അവസരം തന്നതിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.